കരൂരിൽ വിജയുടെ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ സംഘാടകർ ലംഘിച്ചു എന്ന് കണ്ടെത്തൽ. പരിപാടിക്ക് അനുമതി ചോദിച്ചപ്പോൾ 11 നിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വച്ചിരുന്നു. ഇവയൊന്നും സംഘാടകർ പാലിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഗൂഗിൾ വിഎസ് ഉണ്ട് വിവരങ്ങളുമായി. ഗൂഗിൾ, എന്തൊക്കെ നിബന്ധനകളാണ് ഈ മുന്നോട്ട് വച്ചിരുന്നത്? അത് ലംഘിച്ചു എന്ന് പറയപ്പെടുന്ന നിബന്ധനകൾ എന്തൊക്കെയാണ്? അതായത് തിരക്ക് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാണ് 11 നിബന്ധനകൾ പോലീസ് മുന്നോട്ട് വച്ചത്. ആളുകളെ ബാരിക്കേഡുകൾ വെച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകളെ മാറ്റി നിർത്തണം, തരംതിരിച്ച് നിർത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ വച്ചിരുന്നു. തിരക്ക് കൂടുന്നതിനനുസരിച്ച് കൃത്യസമയത്ത് തന്നെ വിജയ സ്ഥലത്തെത്തണം എന്നുള്ളതും ഈ നിർദ്ദേശത്തിൽ ഒന്നായി പറഞ്ഞിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിച്ചില്ല. 10 മിനിറ്റിൽ താഴെ സംസാരിക്കാൻ പാടൂ എന്നുള്ള നിർദ്ദേശവും പോലീസ് വച്ചിരുന്നു. അതും നടപ്പായില്ല. അത് ഈ പരിപാടിക്ക് മാത്രമല്ല, ഇതിനു മുൻപ് വിജയ് നടത്തിയ പരിപാടികളിലൊന്നും തന്നെ അത് നടപ്പായില്ല. ഇത്തരത്തിലുള്ള 11 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ആ 11 നിർദ്ദേശങ്ങളും പാലിച്ചില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പൗൺരാജിനെ അടക്കമുള്ളവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. മതിയഴകൻ, പൗൺരാജ്, അങ്ങനെ 2 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മതിയഴകൻ TVKയുടെ ജില്ലാ പ്രസിഡന്റാണ്. പൗൺരാജ് ട്രഷററാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ TVKയുടെയൊക്കെ ഇവിടുത്തെ ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് അടച്ച നിലയിലാണ്. 10 നേതാക്കളാണ്, 10 പേരാണ് ഈ സംഘാടക സമിതിയിൽ ഉണ്ടായിരുന്നത്. ഈ 10 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യും. ഇതിൽ പലരും ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇവർക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം.